Once again, welcome back to Nandus Kitchen. Nandus Kitchenile ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്വീറ്റ് ആണ് പൈനാപ്പിൾ കേസരി. നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന പൈനാപ്പിളിന് വളരെ പഞ്ചി ഫ്ലേവർ ആണ്. ഈ പൈനാപ്പിൾ ഉപയോഗിച്ച് ഒരു റെസ്റ്റോറന്റ് സ്റ്റൈലിൽ എങ്ങനെ കേസരി ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു പാൻ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. ഈ കേസരിയുടെ പ്രധാന ഇൻഗ്രീഡിയന്റ് നെയ്യാണ്. ഗീ മെൽറ്റായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കാഷ്യൂസും റൈസിൻസും വറുത്തെടുക്കാം. കാഷ്യൂസ് വറുത്തെടുത്തു കഴിഞ്ഞാൽ ഇതേ നെയ്യിൽ തന്നെ 200 ഗ്രാം റവ ചേർത്ത് ചെറിയ തീയിൽ ഒരു 2-3 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കുക. റവ വാങ്ങുമ്പോൾ നന്നേ പൊടിയായുള്ളത് വാങ്ങാതിരിക്കുക. കുറച്ച് തടിച്ച റവയാണ് കേസരി ഉണ്ടാക്കാൻ നല്ലത്. ഇനി ആവശ്യം ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ്. ഇതിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിക്കുക. വെള്ളം നന്നായി തിളച്ചു കഴിഞ്ഞാൽ പൈനാപ്പിൾ ചേർക്കുക. 200 ഗ്രാം പൈനാപ്പിൾ ചെറുതായി കട്ട് ചെയ്തെടുക്കുക. എത്ര ചെറുതായി കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ചെറുതായി കട്ട് ചെയ്യുക. ഇതിൽ ആദ്യമേ തന്നെ ഏലക്കപ്പൊടി ചേർക്കുകയാണ്. 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുക. ഞാൻ പഞ്ചസാര ചേർത്ത് പൊടിച്ച ഏലക്കായ ആയതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. കേസരി കഴിക്കുമ്പോൾ ഈ പൈനാപ്പിൾ കടിക്കാൻ കിട്ടണം. അതുകൊണ്ട് പൈനാപ്പിൾ വെന്തടിയേണ്ട ആവശ്യമില്ല. അടുത്തത് മഞ്ഞ കളർ ചേർക്കാം. കളർ ചേർക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷെ പൈനാപ്പിൾ കേസരി ആകർഷമാക്കുന്നത് മഞ്ഞ കളർ കൂടിയാണ്. വീണ്ടും വെള്ളം തിളച്ചു തുടങ്ങുമ്പോൾ റോസ്റ്റ് ചെയ്ത റവ ഇതിൽ ചേർക്കാം. റവ ചേർത്തത് പെട്ടെന്ന് വെള്ളം വറ്റി തുടങ്ങും. അപ്പോൾ 2 കപ്പ് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർത്താൽ മെൽറ്റായി വീണ്ടും സെറ്റായി വരും. ഈ വീഡിയോ കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിൽ ചേർക്കാം. പെർഫെക്റ്റ് കേസരി നല്ല സ്മൂത്ത് ആയിരിക്കും. ഇതിനായി നെയ്യ് ഈ റെസിപ്പിക്ക് കുറച്ചധികം ആവശ്യമായി വരും. ഇടയ്ക്കിടയ്ക്ക് ഇതിൽ നെയ്യ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 6 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. 4 മുതൽ 6 ടേബിൾ സ്പൂൺ വരെ നെയ്യ് കേസരിക്ക് വേണ്ടിവരും. കേസരി സെറ്റായി തുടങ്ങി. ഇപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്ന സ്റ്റേജിൽ തീ ഓഫ് ചെയ്യാം. ഇനി ഇത് സെർവിംഗ് ട്രേയിലേക്ക് മാറ്റാം. ചെറിയ ചെറിയ കപ്പുകളിൽ ഇത് സെറ്റ് ചെയ്യാം. ഇതാ നമ്മുടെ കേസരി തയ്യാറായി കഴിഞ്ഞു. തീർച്ചയായും എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഫാമിലിയിൽ അംഗമാവുക. ഇനി വേറൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.